പെരുമ്പാവൂർ KSRTC ബസ് സ്റ്റാൻഡ് വരെ ഒന്ന് പോകൂ. ഇടിഞ്ഞു വീഴാറായൊരു കെട്ടിടം നിങ്ങൾക്കവിടെ കാണാം. തുറന്നു കിടക്കുന്നൊരു സെപ്റ്റിക് ടാങ്ക് കാണാം. വൃത്തിഹീനമായ ശുചിമുറി നിങ്ങൾക്കവിടെ കാണാം. അങ്ങനെ അനാസ്ഥയുടെ കെടുകാര്യ സ്ഥിതിയുടെ ഒരു ദൃക്സാക്ഷിത്വമാണ് നമുക്ക് കാണാൻ കഴിയുക. ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. വല്ലാത്തൊരവസ്ഥയാണ് എന്നാണ് ലേബി സജീന്ദ്രൻ പറയുന്നത്. ലേബി ഇപ്പോൾ നിൽക്കുന്നത് പെരുമ്പാവൂരിലാണ്. പെരുമ്പാവൂരിലെ അവസ്ഥ എന്താണ്? ഡോക്ടർ അരുൺ, പെരുമ്പാവൂർ KSRTC ബസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും വൃത്തിഹീനമായ, ഏറ്റവും ശോചനീയാവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ബസ് സ്റ്റേഷനുകളിൽ ഒന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, ഇപ്പോൾ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ ഇടിഞ്ഞു വീഴാറായ കെട്ടിടം എല്ലാ പരിമിതികളും ഉണ്ട്. എങ്കിലും ഏറ്റവും പ്രധാനമായി നമുക്ക് ഉന്നയിക്കേണ്ട കാര്യം ഇതാണ്. ഈ KSRTC ബസ് സ്റ്റേഷൻ്റെ ബാക്ക് ഭാഗത്ത് പുറകു വശത്തുള്ള സെപ്റ്റിക് ടാങ്ക് തുറന്നു കിടക്കുകയാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഈ പൂഴിമണ്ണ് കാണാം. കഴിഞ്ഞ ദിവസം ഒരു ബസ് ബാക്കിലേക്ക് എടുത്തപ്പോൾ ഇതിനകത്തേക്ക് വീണു. ക്രെയിൻ വന്ന് എടുത്താണ് പൊക്കിയത്. ഈ ടാങ്ക് തുറന്നു കിടക്കുകയാണ്. ഇതിൽ നിന്നുള്ള മാലിന്യങ്ങളിൽ വന്നിരിക്കുന്ന കൊതുകും ഈച്ചയുമാണ് ഇവിടെ ഇരിക്കുന്ന ഇവിടെ മുഴുവനുള്ളത്. രോഗം പടർത്തുന്നു എന്നത് മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ സെപ്റ്റിക് ടാങ്ക് ഇതിൽ നിന്നുള്ള വെള്ളമാണ് വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ ഈ ബസ് സ്റ്റേഷൻ മുഴുവൻ പരന്നൊഴുകുന്നത്. അത്രത്തോളം അപകടകരമായ അവസ്ഥയിലാണ് ഇവിടെ സെപ്റ്റിക് ടാങ്ക് തുറന്നു കിടക്കുന്നത്. പലക വെച്ചാണ് ഡോക്ടറിന് കാണാൻ സാധിക്കും. തകര ഷീറ്റും പലകയും വെച്ച് സെപ്റ്റിക് ടാങ്ക് അടച്ച് ഇട്ടിരിക്കുന്ന കേരളത്തിലെ ഏക ബസ് സ്റ്റേഷൻ പെരുമ്പാവൂരിലേതാകും. എത്രത്തോളം അനാസ്ഥയോടുകൂടിയാണ് അധികൃതർ ഇതിനെ കാണുന്നത് എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ്. വെള്ളം കെട്ടിക്കിടക്കരുതെന്നും ഈ പരിസര പ്രദേശങ്ങൾ തുറസായ സ്ഥലങ്ങളിൽ നിന്ന് അണുവിമുക്തമാക്കണമെന്നും ഒക്കെ പറയുന്ന സർക്കാരിന്റെ പെരുമ്പാവൂരിലാണ് ഇങ്ങനെ തുറന്നു കിടക്കുന്ന ഒരു സെപ്റ്റിക് ടാങ്ക് പ്രേക്ഷകർ കാണുന്നത്. ഇത് KSRTCയിലെ ജീവനക്കാരും യാത്രക്കാരും ഉപയോഗിക്കുന്ന ഈ വിസർജ്യങ്ങളും മാലിന്യങ്ങളും എല്ലാം ഈ സെപ്റ്റിക് ടാങ്കിലേക്കല്ലേ വരിക? തീർച്ചയായും ഡോക്ടർ അരുൺ, ഇവിടുത്തെ ഈ ഏറ്റവും വലിയ കെട്ടിടങ്ങളിൽ ഒന്നുകൂടിയാണ് പെരുമ്പാവൂർ ബസ് സ്റ്റേഷനിലെ കെട്ടിടം. ഇവിടെ നിന്നുള്ള ഇവിടുത്തെ ജീവനക്കാർ ഉപയോഗിക്കുന്ന ശുചിമുറികളിൽ നിന്നുള്ള മാലിന്യം, അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഇവിടെ വന്ന് ഇറങ്ങുന്ന യാത്രക്കാർക്ക് ഉപയോഗിക്കേണ്ട ശുചിമുറികൾ പ്രവർത്തിക്കുന്നത്. ആ ശുചിമുറികളിൽ നിന്നുള്ള എല്ലാ മാലിന്യവും വന്നടിയുന്ന സെപ്റ്റിക് ടാങ്കാണ് നമ്മളിപ്പോൾ കണ്ടത്. എത്ര ലാഘവത്തോടു കൂടിയാണ് അധികൃതർ ഇതിനെ കാണുന്നത്. ഇതിൻ്റെ പിന്നിൽ ഈ പുല്ല് കയറി പടർന്നു കിടക്കുന്ന സ്ഥലത്ത് സെപ്റ്റിക് ടാങ്ക് ഇങ്ങനെ തുറന്നു കിടക്കുകയാണ്. അത് പലകയിട്ട്, ആ പ്ലൈവുഡ് കൊണ്ട് പലകയിട്ട്, അത് തകര ഷീറ്റിട്ടൊക്കെ മൂടി വച്ചിരിക്കുകയാണ്. ഇവിടെ പുല്ല് പടർന്ന് പിടിച്ച് കിടക്കുന്നു. വൃത്തിഹീനമായ സാഹചര്യമാണ്. ഇതെല്ലാം പെരുകാൻ പറ്റുന്ന സാഹചര്യത്തിൽ, വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ശുചിമുറികളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഈ സെപ്റ്റിക് ടാങ്ക്, തുറന്നു കിടക്കുന്ന സെപ്റ്റിക് ടാങ്കിൽ ഇപ്പോൾ പടരുന്നത് എന്നാണ് ലിബി പറയുന്നത്. ഇത് പെരുമ്പാവൂരിൽ ഒരുപാട് KSRTC ബസ്സുകൾ വന്ന് കയറിപ്പോകുന്നൊരു സ്ഥലമാണ് പെരുമ്പാവൂരിലെ ബസ് സ്റ്റാൻഡ്. ഇനി പെരുമ്പാവൂരിൽ മാത്രം മറ്റ് ഡിപ്പോകളെ അപേക്ഷിച്ച് അന്യസംസ്ഥാന തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ബസ് സ്റ്റാൻഡ് കൂടിയാണ് ഈ പെരുമ്പാവൂർ ബസ് സ്റ്റാൻഡ്. പെരുമ്പാവൂർ ബസ് സ്റ്റാൻഡിലെ ശുചിമുറികളുടെ അവസ്ഥ എന്താണ് ലിബി? ഒപ്പം തന്നെ കെട്ടിടം എത്രത്തോളം പഴക്കമുണ്ട്, എത്രത്തോളം സുരക്ഷിതത്വമുണ്ട് ആ കെട്ടിടത്തിന്? മാത്രവുമല്ല, അവിടെ ഇരിക്കാനും യാത്രക്കാർക്കുള്ള മറ്റു സൗകര്യങ്ങളും പെരുമ്പാവൂർ ബസ് സ്റ്റാൻഡിൽ എത്രത്തോളം ഒരുക്കിയിട്ടുണ്ട്? ഡോക്ടറും ശ്രദ്ധിക്കുക, ഇത് പെരുമ്പാവൂർ ഈ ബസ് സ്റ്റേഷൻ്റെ കെട്ടിടം എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും പഴക്കമുള്ള ബസ് സ്റ്റേഷനിൽ ഒന്നാണ്. ഇതിൻ്റെ താഴത്തെ തൂണുകളിൽ ഒന്ന് കാണുക, ഇതുപോലെ തന്നെയാണ് ബാക്കി തൂണുകളും. കമ്പി എഴുന്ന് പുറത്തേക്ക് നിൽക്കുന്നു, തൂണുകളൊക്കെ ദ്രവിച്ചിരിക്കുന്നു. ഈ തൂണുകളിലാണ് മുകളിലേക്കുള്ള നിലകൾ നിൽക്കുന്നത്. ഇത്രത്തോളം അപകടകരമായ രീതിയിലാണ് പെരുമ്പാവൂരിലെ കെട്ടിടം പ്രവർത്തിക്കുന്നത്. ഏറ്റവും പഴയ കെട്ടിടങ്ങളിലൊന്ന്. ഇതിൻ്റെ മെയിൻ്റനൻസ് നടക്കുന്നില്ല. ഇവിടെ യാത്രക്കാർക്ക് ഇരിക്കാൻ സൗകര്യമില്ല. 100 കണക്കിന് ബസ്സുകൾ വന്നു പോകുന്ന ഡിപ്പോയാണിത്. ഇവിടെ നിരവധി ഇത്തരത്തിൽ മറ്റൊരു തൂണ് കാണുക, ഇതുപോലെയാണ് ഇതിൻ്റെ തൂണുകൾ. മറ്റേ പില്ലറാണ് തൂണെന്ന് പറയുന്നത്. ഈ പില്ലറിലാണ് ഈ കെട്ടിടം താങ്ങി നിൽക്കുന്നത്. ഈ പില്ലറിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇത്ര മോശം അവസ്ഥയിലാണ് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് വലിയ കെട്ടിടമായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് മറുവശത്തേക്ക് എത്തണം എനിക്ക് ക്യാൻറ്റീനും ശുചിമുറിയൊക്കെ കാണിക്കണമെങ്കിൽ. ആളുകൾ വൈദഗ്ധ്യമില്ലാത്ത ഒരു കൺസ്ട്രക്ഷനാണ്. ഇപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് പോലും ഇല്ല എന്നുള്ളതാണ്. ഒരു എഞ്ചിനീയറിംഗും ഇല്ലാത്ത കൺസ്ട്രക്ഷനാണ് പെരുമ്പാവൂരിൽ നടന്നത് എന്നതാണ്. ഒരു കൺസ്ട്രക്ഷൻ ഇല്ലെന്ന് മാത്രവുമല്ല, നല്ല കൺസ്ട്രക്ഷനുമായിട്ട് വന്നു എന്ന കോഴിക്കോട്ടെ ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ പ്രേക്ഷകർ കണ്ടതാണ്. ഇവിടെ നോക്കൂ, ആ തൂണുകളിലെ ബലക്ഷയം, അവിടെ കമ്പികൾ തെളിഞ്ഞ് പുറത്തു വരാറായിരിക്കുന്നു. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴാവുന്ന അവസ്ഥയിലാണ് ഈ കെട്ടിടം. എന്നിട്ടും അതിന് ഫിറ്റ്നസ് ഉണ്ട് എന്നുള്ളതാണ് കൗതുകകരമായ കാര്യം. ഒരുപാട് യാത്രക്കാർ നിരന്തരം വന്നു പോകുന്നൊരു ബസ് സ്റ്റേഷൻ അല്ലേ ലിബി ഈ പെരുമ്പാവൂർ?
തീർച്ചയായും വളരെ തിരക്കുള്ള സ്ഥലം, ഒരു പ്രധാന ജംഗ്ഷനാണ് പെരുമ്പാവൂർ. മലയോര മേഖലകളിലേക്കുള്ള ബസ്സുകൾ, ദീർഘദൂര ബസ്സുകൾ വന്നു പോകുന്ന സ്ഥലം. ഡോക്ടർ ഒന്ന് ശ്രദ്ധിക്കുക, വേസ്റ്റ് ഇവിടെ യാത്രക്കാർ നിൽക്കുന്ന സ്ഥലത്താണ് ഈ സമയത്ത്. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞു, ഇപ്പോഴും വേസ്റ്റ് കൂട്ടി വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഇത് മൊത്തം ശോചനീയമായ ഒരു അവസ്ഥയിലാണ്. ശോചനീയമായ അവസ്ഥയിലാണ് KSRTC പെരുമ്പാവൂർ. ഇത് ആരും ഇതിനകത്ത് നടപടിയൊന്നും എടുക്കുന്നില്ല. സെപ്റ്റിക് ടാങ്കൊക്കെ ഇങ്ങനെ തുറന്നു കിടന്നിട്ടൊന്നും ആർക്കും പ്രശ്നമില്ല. ആർക്കും പ്രശ്നമില്ല, പരാതി കൊടുത്തിട്ടും നടപടിയില്ല. ഇവിടെ ജീവനക്കാർ നിൽക്കുന്നു, നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നില്ല. ജീവനക്കാർ പ്രതികരിക്കാൻ അവർക്ക് പരിമിതി ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിവിടെ വന്ന സമയത്ത് തന്നെ നിരവധി ജീവനക്കാരാണ് ഇവിടെ വന്ന് നേരിട്ട് പരാതികൾ ഞങ്ങളെടുത്ത് പറഞ്ഞത്. പക്ഷേ അവർക്ക് അതിൻ്റേതായ പരിമിതികൾ നമ്മൾ നേരിൽ വന്ന് സംസാരിക്കുന്നതിനുണ്ട്. നമ്മൾ ആ കാണുന്ന ഭാഗത്താണ് ഇതിൻ്റെ KSRTC ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നത്. ഒന്ന് ഓർക്കുക ഡോക്ടർ, ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു പോകുന്ന സ്ഥലം, ഏറ്റവും കൂടുതൽ ബസ്സുകൾ വന്നു പോകുന്നൊരു ഡിപ്പോയാണിത്. 100 കണക്കിന് ബസ്സുകൾ വരുന്നു. ഇവിടുത്തെ ജീവനക്കാർക്ക് കഴിക്കേണ്ട ക്യാൻറ്റീനാണ് 1 വർഷത്തിന് മേലെയായി അടഞ്ഞു കിടക്കുന്നു. ഇതിലൊരു നടപടിയുമില്ല. ഇവിടെ വന്ന് നിൽക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മറ്റ് സംവിധാനങ്ങളില്ല. അതുപോലെ തന്നെയാണ് ശൗചാലയം. ഇതിലെ ശുചിമുറികൾ, ഏറ്റവും വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ശുചിമുറികളും ഇവിടെയുണ്ട്. ഇവിടെ ഇതെന്താ ചേട്ടാ ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെ? ഒരു കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. ഏറ്റവും നല്ല രീതിയിൽ എന്ന് പറയുന്ന അവസ്ഥ നമുക്ക് നേരിട്ടൊന്ന് കാണാം. അഴുക്ക് കിടന്നു. ഇവിടെ ബുദ്ധിമുട്ടുണ്ട്. യാത്രക്കാർക്ക് അസൗകര്യം വേണ്ട എന്ന് കരുതി മാത്രം നമ്മളിപ്പോൾ പുറത്തേക്ക് വരികയാണ്. അവിടെ ആളുകളുണ്ട്, അതുകൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല. പക്ഷേ വളരെ മോശം സാഹചര്യത്തിലാണ് ഇതിൻ്റെ ശുചിമുറികളുള്ളത്. അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻറ്റീൻ. ഈ കെട്ടിടം നോക്കുക ഡോക്ടർ, ഇത് ഏത് സമയവും നിലം പൊത്താറായ അവസ്ഥയിൽ നിൽക്കുന്നൊരു കെട്ടിടം. ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ ഒന്നും തന്നെ നടക്കുന്നില്ല. ഇത്രയും മോശമായ സാഹചര്യത്തിൽ ഇത് പ്രവർത്തിക്കുമ്പോഴും ഇതിനെതിരെ പല തവണ ഇതുമായി ബന്ധപ്പെട്ട ഇവിടുത്തെ ജനങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട യൂണിയൻ ഭാരവാഹികൾ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ അനക്കമറ്റ് കിടക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഇതിന്റെ പെരുമ്പാവൂരിൽ ധാരാളം യാത്രക്കാർ പ്രത്യേകിച്ച് തിരക്കുള്ള സമയങ്ങളിൽ വന്നു പോകുന്ന സ്ഥലമാണ്. അവർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊന്നും കാര്യമായി നമ്മൾ കണ്ടില്ല പെരുമ്പാവൂരിൽ അടക്കം. അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. തുറന്നു കിടക്കുന്ന സെപ്റ്റിക് ടാങ്ക്, ഇപ്പോഴും ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ നിലം പൊത്താറായ അവസ്ഥയിൽ നിൽക്കുന്ന തൂണുകളോട് കൂടി നിൽക്കുന്ന പെരുമ്പാവൂരിലെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥയാണ് ലിബി സഞ്ജിതൻ ഇപ്പോൾ തുറന്നു കാണിക്കുന്നത്. കോഴിക്കോട് കണ്ടു, തൃശ്ശൂർ കണ്ടു, പുതുക്കാട് കണ്ടു, പാല കണ്ടു, ചങ്ങനാശ്ശേരി കണ്ടു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പെരുമ്പാവൂരിലാണ്. കൂടുതൽ KSRTC ബസ്സുകൾ വന്നു പോകുന്ന, ദീർഘദൂര ബസ്സുകൾ ഒക്കെ ധാരാളം വന്നു പോകുന്ന സ്ഥലമാണ്. അവിടെയും അതിദയനീയമാണ് അവസ്ഥ. ഈ യാത്രക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? ഡോക്ടറിനോട് ഇരിക്കാൻ പേരിന് ചില ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നതല്ലാതെ ആളുകളൊക്കെ നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാം. ദീർഘദൂര ബസ്സുകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെരുമ്പാവൂർ ബസ് സ്റ്റേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ദീർഘദൂര ബസ്സുകൾ കൂടുതലായി വന്നു പോകുന്ന സ്റ്റേഷനാണ്. ഇവിടെ ആളുകൾക്ക് കൂടുതൽ സമയം വിശ്രമിക്കേണ്ടി വരുന്ന സ്ഥലമാണ്. ഇവിടെ സൗകര്യമൊക്കെ എന്തെങ്കിലും ഉള്ളതാണ്? ഒരുവിധം സൗകര്യമുണ്ട്. അപ്പോൾ ചേട്ടൻ ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ സൗകര്യക്കുറവല്ലേ ചേട്ടന്? മറ്റേ മോളുമായിട്ട് വൈഫുമായിട്ട് ശുചിമുറി പോയായിരുന്നു? ഇല്ല, പോയി. അപ്പോൾ പോകേണ്ട സൗകര്യമുണ്ടെന്ന് അവിടെ ഒന്ന് ചെന്ന് നോക്കാമോ? സൗകര്യമില്ല, കാരണം വളരെ മോശമായിട്ടാണ് കിടക്കണത്. ശുചിമുറി മോശമായിട്ടാണ് സൗകര്യം. ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ പിന്നെ എന്തുകൊണ്ട് സൗകര്യം യാത്രക്കാരുടെ പ്രതികരണങ്ങളാണ്. എന്തായാലും സെപ്റ്റിക് ടാങ്ക് മോശമാണ്, ആ കെട്ടിടത്തിന്റെ അവസ്ഥ പരിതാപകരമാണ്, യാത്രക്കാർക്ക് വേണ്ടത്ര സംവിധാനങ്ങൾ സൗകര്യങ്ങളുമില്ല എന്നുള്ളതാണ്. അതീവ ശോചനീയമെന്നേ നമുക്ക് പറയാനുള്ളൂ പെരുമ്പാവൂരിലെ അവസ്ഥയും. അത് ചങ്ങനാശ്ശേരിക്ക് കൊല്ലത്തുനിന്നൊരു സുരേഷ് കുമാർ, ഒരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നു. സുരേഷ് കുമാർ, വെരി ഗുഡ് മോർണിംഗ്. സുരേഷ് കുമാർ പറഞ്ഞാട്ടെ. സുരേഷ് കേൾക്കാമെങ്കിൽ പറഞ്ഞോളൂ. നമുക്കൊരു ജീവനക്കാരൻ്റെ പ്രതികരണം കൂടി പെരുമ്പാവൂരിൽ നിന്ന് കേൾക്കാം. പറഞ്ഞോളൂ. ഇവിടെ മാലിന്യം ഇങ്ങനെ ഈ സ്റ്റാൻഡ് മൊത്തം ഒഴുകി നടക്കുകയാണ്. അതാണ് ഈ യാത്രക്കാർ മൊത്തം ചവിട്ടി പോകണം. നമുക്ക് ഒരു ഗ്ലാസ് ചായ ഇവിടെ നിന്ന് കുടിക്കണമെങ്കിൽ അത് നോക്കി നിന്നിട്ട് വേണം നമ്മൾ കുടിക്കാൻ. ഇത് ചായക്കടക്കാരെ കുറ്റം പറയാൻ പറ്റില്ല. അവർക്കുടെ കച്ചവടം അവർ ചെയ്യണം. അല്ലാണ്ട് ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ അവർ വന്ന് നോക്കി ഒരു പ്രാവശ്യം നോക്കിയിട്ട് അവരങ്ങ് പോകും. പിന്നെ അവർ കണ്ണടയ്ക്കുകയാണ്. ഇവിടെ ഇല്ലാത്തൊരു വൃത്തികേടെന്ന് പറയാനായിട്ട് ഒന്നുമില്ല. ഇവിടെ മൊത്തം വൃത്തികേട് തന്നെയാണ്. ഒരു ബാത്റൂമിൻ്റെ വാതിൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കയറാൻ പറ്റില്ല. അവസ്ഥ വളരെ മോശമായിട്ടാണ് ഈ സ്റ്റാൻഡ് നടന്നു പോണത്. ഇവിടെ നിയന്ത്രിക്കാനായിട്ട് ഒരു മനുഷ്യർ ഈ സ്റ്റാൻഡിലാണെന്ന് പറഞ്ഞവൻ ആരും ഇല്ല.
അതാണ് സത്യം. വെള്ളക്കെട്ട് വരുമ്പം വെള്ളമല്ല ഈ മാലിന്യക്കുഴിയിൽ നിന്നാണ് വരുന്നത് അല്ലേ, ഈ വിസർജ്യങ്ങളുള്ള സ്ഥലത്തുനിന്ന് കുഴിയിൽ ഒഴുകുകയും ചെയ്യും. മൊത്തം ഇതിലെ ഈ സ്റ്റാൻഡ് മൊത്തം ഈ വെള്ളം ഒഴുകി ഇങ്ങനെ നടക്കുവാണ്. ഒരു കുഞ്ഞിന് ഇതിലെ നടക്കണേ, ആ രോഗം ബാധിച്ചിട്ടാണ് ഇതിലെ രോഗം ബാധിക്കണേന് രോഗത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. ഇവിടെ ഈ പോലും വൃത്തിഹീനമാണ്. എന്താ ചേച്ചി തോന്നുന്നത്? അതെ അതെ, പറഞ്ഞതെല്ലാം അത്രയും സത്യമാണ്. വളരെ മോശം സാഹചര്യം. അതെ അതെ, ഇത് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ഇവിടെ. ജനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു ചില സമയത്ത് പൊട്ടണ കുപ്പിച്ചില്ലും അതും ഇതൊക്കെ കിടക്കണതാണ്. അതിന്റെ പുറത്തു കൂടി വേണം ജനങ്ങൾക്ക് നടക്കാനായിട്ട്. എത്ര പേര് അവിടെ വീഴുന്നുണ്ടെന്ന് അറിയാമോ? ഡിപ്പോയുടെ ഒരു മാനേജർ ഉണ്ടാവുമല്ലോ, ആ ഡിപ്പോ മാനേജറോടൊന്ന് നമുക്ക് ചോദിച്ചു നോക്കാം തത്സമയം തന്നെ. കാരണം അതൊരു പൊതു ഓഫീസാണല്ലോ. എന്തുകൊണ്ടാണ് ഈ മാലിന്യങ്ങൾ കൃത്യസമയത്ത് എടുത്തു മാറ്റാത്തത്, എന്തുകൊണ്ടാണ് ഈ സൗകര്യങ്ങൾ ഒരുക്കാത്തതെന്ന് ലേബി തന്നെ നേരിട്ടൊന്ന് ചോദിച്ചോളൂ. എനിക്കൊന്ന് ലേബിയുടെ തൊട്ട് പിന്നിൽ ആ മാനേജർ ഉണ്ടാവാനാണ് സാധ്യത. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചു നോക്കാം അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് കൂടി നമുക്ക് ലൈവായിട്ട് പ്രേക്ഷകരെ കാണിക്കാം. കാര്യം ഈ സ്ത്രീ യാത്രക്കാരടക്കം എനിക്കൊന്നും ആ അമ്മ ഒരു ക്രച്ചസ് പിടിച്ചാണ് അവിടെ നിൽക്കുന്നത്. ഇരിക്കാനൊരു സീറ്റ് പോലും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ, അവിടെ ഒരു വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ട് അമ്മയ്ക്ക്. വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് സ്ത്രീ യാത്രക്കാരടക്കം നിൽക്കുന്നത്. കാല് വയ്യാതെ തന്നെയാണ് നിൽക്കുന്നത്. ഈ അവസ്ഥയിലാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ച് വിശ്രമ സൗകര്യങ്ങളില്ല എന്നുള്ളതിൻ്റെ നേർക്കാഴ്ച തന്നെയാണ് ഈ അമ്മ ഇത്തരത്തിൽ ഇവിടെ നിൽക്കുന്ന ഒരു കാഴ്ച. ഡോക്ടറും ഇതിൻ്റെ മുകളിലുള്ള നിലയിലാണ് ഇതിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. നമുക്ക് അവിടെ തീർച്ചയായും അധികൃതരുടെ പ്രതികരണം തേടേണ്ടതുണ്ട്. അല്പസമയത്തിന് ശേഷം ഇങ്ങോട്ട് വരികയാണെങ്കിൽ അവരുടെ പ്രതികരണവും നമുക്ക് അടുത്ത റൗണ്ടിൽ ഞാൻ തിരിച്ചു വരാം ലേബിയിലേക്ക്. ഞാൻ മറ്റൊരു സ്റ്റേഷനിലൂടെ പോയിട്ട് വരാം. അപ്പോഴേക്ക് ലേബി ആ ഉദ്യോഗസ്ഥനെ ഒന്ന് കണ്ടെത്തൂ. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അവരുടെ ശ്രദ്ധയിൽ കൂടി ഒന്ന് പെടുത്താവുന്നതാണ്. ഒരു ബാസ്